എന്താ വിളിപ്പിക്കാം? അങ്ങോട്ട് നീങ്ങില്ല. പാർവതി ശോഭയും കൂടെ ഒരു പണി പറ്റിച്ചു. 10th പഠിക്കുന്ന ആ മീശിലെ കുട്ടിയില്ലേ? യോ, എന്താ എന്റെ പേര്? രുക്മിണി. രുക്മിണിയില്ല, കുറച്ച് വെളുത്ത പൊക്കത്തില്. അനീറ്റ. അല്ലടി, അനീറ്റ വളഞ്ഞിട്ടല്ലേ? ഇത് വളഞ്ഞിട്ടല്ല, സ്ട്രൈറ്റ് ആയിട്ട് നല്ല കറുകറാന്നുള്ള കൊച്ചു മീശയെ. ശരിക്കും ആൺകുട്ടികൾ അത്ര തന്നെ മീശുള്ളൊന്ന്. ഒരിക്കൽ നമ്മളുമായിട്ട് വഴക്കൂടെ വന്നിട്ട് ഒടുവിൽ കരഞ്ഞിട്ടൊക്കെ പോയ കുട്ടി. മായ പലഷൻ. അത് തന്നെ. അതിനെ വിളിച്ചോണ്ട് പോയി മെസ്സാളിന്റെ പുറകെ കൂടുതൽ ആ വഴിയേ. വരാന്ന്. പക്ഷെ നൂൺ ഷോയ്ക്ക് നിങ്ങളെ തിയേറ്ററിൽ വെച്ച് കണ്ടവരുണ്ടല്ലോ. പക്ഷെ ടീച്ചർ, ഞങ്ങളെ 1:30 ടീച്ചർ തന്നെ ഹോസ്റ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. നൂൺ ഷോ തീരുമ്പോ എങ്ങനെ പോയാലും 2 മണി കഴിയുമല്ലോ. ടീച്ചർ തന്നെ പറയട്ടെ, 1:30 ഞങ്ങളെ ഹോസ്റ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇന്റർവെൽ കഴിഞ്ഞ് സ്വല്പം നേരം ഇരുന്നിട്ടിറങ്ങിയാ 1:30 മുമ്പ് ഹോസ്റ്റലിലെത്തും. അങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് സാലി വെറുതെ ഉരുളാൻ നോക്കണ്ട. നിങ്ങളന്ന് നൂൺ ഷോയ്ക്ക് പോയി. പുറയുന്ന 4ാമത്തെ റോവിൽ തെക്കേ സൈഡിയർന്നാണ് ഇരുന്നത്. ബാക്കിൽ 2-3 ആൺകുട്ടികൾ വന്നിരുന്നു. അവർ നിങ്ങളെ എന്തോ ഡിസ്റ്റർബ് ചെയ്തു. അവരുമായിട്ട് എന്തോ കശപിശ ഉണ്ടാക്കിയിട്ട് ഇന്റർവെൽ കഴിഞ്ഞതും നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് വല്ലതും വേണോ? അടുത്ത അവർ മുതൽ ക്ലാസ്സിൽ കയറിക്കോളൂ. സാരല്ലേ മോളെ? ഒന്നും കാണാനില്ലല്ലോ. അതിനവര് ഒരു ജന്മം കൂടി ജനിച്ചു വരണം. സോറി. Ha 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 ha!
അതിന് വിളിച്ചോണ്ട് വരാൻ പ്രോപ്പറായിട്ട് പേരൻസ് ഉണ്ടായിട്ട് വേണ്ടേ? എല്ലാ മാസവും കൃത്യമായിട്ട് പണം ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ പേരൻസിന്റെ ജോലി തീർന്നു എന്ന് വിചാരിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? മമ്മിക്ക് എഴുതി അയച്ചാൽ ഭോപ്പാലിന് ഇവിടെ വരാനും പോകാനുമായിട്ട് ഒരാഴ്ച പിടിക്കുമെന്നും അതുകൊണ്ട് ഇത്തവണത്തേക്ക് മാപ്പാക്കണമെന്നും പറഞ്ഞുള്ള സ്ഥിരം മറുപടി കിട്ടും. പിന്നെ ഇദ്ദേഹത്തിന്റെ ഫാദറിന് കത്ത് കിട്ടേണ്ട താമസം. പിറ്റേന്നാൾ ആളിവിടെ റെഡി. വരുന്നത് 4 കാലിൽ അയച്ചാ എപ്പോഴെപ്പോഴും വരുത്തുകയല്ലോ. അത് അങ്ങേരുടെ ഒരു ബുദ്ധി. വീട്ടുകാർക്ക് സ്വൈരം കിട്ടാൻ വേണ്ടി ഒഴിച്ചുവിടുന്നതിനെല്ലാം ചുമക്കേണ്ടി വരുന്ന നമ്മുടെ ഒരു തലയിലെഴുത്തിന് പറഞ്ഞാൽ മതി. ആ നിർമ്മല എന്ന് പറയുന്ന കുട്ടിയുടെ ഫാദറിന് ഇപ്പൊ വേറൊരു സ്ത്രീയാ ഭാര്യ. ആ കുട്ടിയുടെ അമ്മ ചെറുപ്പത്തിലേ മരിച്ചു പോയതാ. സാലി എന്ന് പറയുന്ന കുട്ടിയെ പഠിപ്പിക്കുന്നത് അമ്മയാ. അവര് ഭോപ്പാലെങ്ങാണ്ട് നേഴ്സാ. അത് പിന്നെ ഡൈവോഴ്സ് കേസാ. അയാൾക്കുണ്ടോ വേറെ ഭാര്യ? ഇല്ലെന്നാ തോന്നുന്നേ. അയാൾ ഗൾഫിലെങ്ങാണ്ടാ. പ്രോപ്പറായിട്ട് നോക്കാനും കെയർ ചെയ്യാനും ആളില്ലാത്തോണ്ടാണ് പിള്ളേരിങ്ങനെയൊക്കെ ആയിത്തീരുന്നത്. അതെ, അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല എന്നുവെച്ച് പറയാതിരിക്കാൻ പറ്റുമോ? പഠിച്ചൊരു കരകയറണമെന്ന് ആഗ്രഹമുള്ള കുട്ടികളുണ്ട് കൂട്ടത്തില്. വീട്ടുകാർ കഷ്ടപ്പെട്ട് കാശ് വെച്ച് പഠിപ്പിക്കുന്ന പിള്ളേര്. അവരെയും കൂടെ ഇതുകൾ സ്പോയിൽ ചെയ്യും. ഇല്ലെങ്കിൽ സാരമില്ലായിരുന്നു. ഇവിടെ 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 കഴിഞ്ഞോ? ആ, അച്ഛനമ്മമാരെ കൊണ്ട് അപ്പോളജി എഴുതിക്കുന്നത് ഒരു വലിയ മിടുക്കൊന്നുമല്ല കേട്ടോ. മോള് ചീത്ത കൂട്ടുകെട്ടിലാ ചെന്ന് പെട്ടിരിക്കുന്നത്. ഇപ്പൊ ഇതൊരു 100 കേസായി. ഇപ്പോഴേ അടുത്ത കൊല്ലത്തേക്ക് വേറെ സ്കൂൾ അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ല, ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല. ഉണ്ടാവരുത്. ഇല്ല, ഞാൻ വിളിച്ചു ഗുണദോഷിച്ചോളാം. അപ്പൊ എന്നാ അങ്ങനെ ഇതുവഴി ചീത്ത കേൾപ്പിക്കാനായിട്ട് ഒരുത്തി. ഇനി ഇതും പറഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങോട്ട് വരുത്തിയ അന്ന് നിന്നെ കൊണ്ടേ ഞാൻ പോവുള്ളൂ. അത്രയൊക്കെ പഠിച്ചത് മതിയിലങ്ങ് തീരുമാനിക്കും. കേട്ടോ പറഞ്ഞത്? അയ്യ, എന്തായി നോക്കുന്നേ? മിണ്ടി പോലെ വിട്ടോ. കുട്ടി ഒന്നിങ്ങി വരൂ. ഹെഡ്മിസ്ട്രസിന്റെ മാനേജ്മെന്റിന്റെ മുമ്പില് വലിയ ഗ്രേറ്റ് ആകാൻ വേണ്ടി നടക്കുക. ഒരു വലിയ ഡിസിപ്ലിൻകാരി. അവരങ്ങനെയാ. അതിനിപ്പോ നമുക്കെന്ത് ചെയ്യാനൊക്കും? ചെയ്യാനൊക്കെ ഒക്കും. നീ നോക്കിക്കോ, ഞാൻ പൊളിക്കും അവളുടെ ഒരു ഇമേജും സ്റ്റൈലും. അത്ര എളുപ്പമൊന്നുമില്ല. അവര് നമ്മൾ കണ്ടതുപോലല്ല, ഭയങ്കര ഡീപ്പാ. കാഞ്ഞ സാധനമാ. പറഞ്ഞു നാറ്റിക്കാമെന്ന് വെച്ചാൽ അവർക്കൊരു പ്രേമം പോലും ഇല്ല. പിശുക്കും ദേഷ്യവും. വല്ല പട്ടിണി കിടക്കുന്നിടത്തൊന്നും വരുന്നതാ. അതിന്റെയാ ഈ ജലസിയും കോംപ്ലക്സും. അവര് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങനെ ഒന്നിനെ തന്നെ ക്ലാസ് ഇൻചാർജായി കിട്ടാൻ പാവം ചെയ്ത് നമ്മുടെ ഫേറ്റിനെ പറഞ്ഞാ മതി. നിമ്മി, നീ എണ്ണിക്കോ. ഇന്നേക്ക് 17-ാം ദിവസം ഈ സാലിയുടെ മുമ്പിൽ ദേവിയ ടീച്ചർ മുട്ടുകുത്തും. കുത്തിയില്ലെങ്കിൽ കുത്തിച്ചിരുത്തും. കുത്തിച്ചിരുത്തുവോ? കുത്തിയിരുത്തുവോ? കുത്തിയിരുത്തും. കുത്തി നിർത്തും. തല കുത്തി നിർത്തും. അതെന്താ ഈ 17-ാം ദിവസം? മാജിക് ഷോ. എന്റർടൈൻമെന്റ് വിങ്ങിന്റെ സെക്രട്ടറി ചമഞ്ഞ് ഇവക്ക് ഷൈൻ ചെയ്യാൻ വേണ്ടിട്ടല്ലേ അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ പൊളിക്കും. പ്രൊഫസർ ഇമ്രാന്റെ മാജിക് ഷോ പോലും. നമുക്കറിയാത്ത എന്ത് മാജിക് ഇമ്രാൻ കാണിക്കാൻ പോണത്. പൊളിച്ച് ഞാൻ കൈ കൊടുക്കും. എങ്ങനെ? അതൊക്കെ നീ നോക്കിക്കോ മോളെ. ദേവിക ടീച്ചറുടെ മാജിക് ഷോ ഞാൻ മാജിക്കൽ റിയലിസ്റ്റിക് ഷോ ആക്കി മാറ്റും. സ്റ്റേജിൽ നിന്ന് ഞാൻ മൂർഖനെ ഇറക്കും. റിയൽ കോബ്ര. നീ വേണ്ടാത്തനൊന്നും പോണ്ട. അവരെന്തോ കാണിച്ചോണ്ട് പൊയ്ക്കോട്ടെ. ഈ പാമ്പിനോട് തീനോട് മാത്രം കളിക്കാൻ പോണ്ട. അയ്യോടി മണ്ടി, നീ അതങ്ങ് വിശ്വസിച്ചോ? ഞാൻ എവിടെന്നാ കോബ്രായെ കൊണ്ടുവരുന്നത്? നീർക്കോലിയെ കിട്ടിയാൽ മതി, നമുക്ക് അതിനെ മൂർഖനാക്കാം. നീർക്കോലിയോ? ആ, വെറും പാവം നീർക്കോലി. അതിനെ എവിടെ കിട്ടും? അത് ഈസി അല്ലേ. നമ്മുടെ വിറക് വരയുടെ പുറയിലെ ആ ഒഴുക്കില്ലേ, അവിടുന്ന് കിട്ടും. പിടിക്കാനോ? പിടിക്കാൻ നോക്കാം.
ഇല്ലെങ്കിൽ പിടിക്കുന്ന പിള്ളേർക്ക് ഒരു 5 rupees കൊടുത്താ പോരെ? ഒരു നീർക്കോലിയെ കിട്ടാനാണോ പാട്? Honorable Chief Guest, Headmistress, friends and students. പ്രസിദ്ധ മജീഷ്യൻ പ്രൊഫസർ M.I. ഇമ്രാന്റെ മാജിക് ഏഷ്യ എന്ന മാജിക് ഷോ ആരംഭിക്കാൻ പോവുകയാണ്. ഇങ്ങനെ ഒരു ഷോ ഓർഗനൈസ് ചെയ്യാൻ വേണ്ട എല്ലാ പ്രോത്സാഹനവും സഹകരണവും നൽകി ഇതൊരു വൻ വിജയമാക്കി തീർക്കാൻ സഹായിച്ച സ്കൂൾ മാനേജ്മെന്റിനും പ്രത്യേകിച്ച് ഹെഡ്മിസ്ട്രസിനും സ്കൂൾ എന്റർടൈൻമെന്റ് വിങ്ങിന്റെ പേരിൽ ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. പ്രൊഫസർ വാഴക്കുന്നം നമ്പൂതിരി, PC സർക്കാർ, ഭാഗ്യനാഥ് എന്നീ പ്രശസ്ത മജീഷ്യൻസ് അലങ്കരിച്ച ഈ സ്റ്റേജിൽ ഞാൻ കുറെ പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ആദ്യമായിട്ട് ഞാനിവിടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഐറ്റം ഒരു പെൺകുട്ടിയുടെ മനസ്സ്, പിൻകാല മനസ്സ് റീഡ് ചെയ്യുന്ന ഐറ്റമാണ്. പിൻകാല മനസ്സ്. അതിനെ പറ്റിയ ഒരു കുട്ടിയെ എനിക്ക് ആവശ്യമുണ്ട്. കുട്ടി വരൂ. പേരെന്താ? ലളിത. ലളിത. എത്ര വയസ്സ്? 16. 16 വയസ്സ്. എനിക്കതാ വേണ്ടത്. അപ്പൊ 15ാമത്തെ വയസ്സിൽ കുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു മധുര സ്വപ്നത്തെ പറ്റി കുട്ടിക്ക് ഓർക്കാൻ സാധിക്കുമോ? സാധിക്കും. അതൊന്ന് പുറത്തു പറയാൻ പറ്റുമോ? പറ്റില്ല. പറയണ്ട, മനസ്സിലിരുന്നാ മതി. ഇനി 13ാമത്തെ വയസ്സുള്ള ഏറ്റവും മധുരകരമായ ഒരു മധുര സ്വപ്നത്തെ പറ്റി ചിന്തിക്കൂ. പറയാൻ പറ്റുന്നതാണോ? പറ്റില്ല. അതെ, പറയാൻ പറ്റില്ല. അതായത് പറയാൻ പറ്റില്ല. ഞാനായാലും പറയത്തില്ല. ഇത് തെളിയിക്കാനായിട്ട് ഉള്ള ഒരു മാന്ത്രിക സഞ്ചിയുണ്ട്. മാന്ത്രിക സഞ്ചി. ഒന്നും ഒളിക്കാൻ പറ്റില്ല. പക്ഷെ മനസ്സിലുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ ഇതിന് സാധിക്കും. കർച്ചീഫ് ഉണ്ടോ കയ്യില്? ഉണ്ട്. ഇതിലിട്ടോളൂ. കുട്ടി 13ാമത്തെ വയസ്സുള്ള മധുര സ്വപ്നത്തെ കുറിച്ച് മനസ്സ് ചിന്തിക്കൂ. ചിന്തിച്ചോ? ഐതോൻസേ ഇനി കർച്ചീഫ് എടുക്കൂ. മനസ്സ് ചിന്തിച്ചുകൊണ്ടെടുക്കൂ. ചിന്ത. താങ്ക് യു. ഇനി നെക്സ്റ്റ് ഐറ്റം. ഐ വാണ്ട് എ ബോൾഡ് ഗേൾ ഫ്രം ദി ക്രൗഡ്. എ ബോൾഡ് ഗേൾ. കൂട്ടത്തിൽ ഏറ്റവും ധൈര്യവും ചുണയും ചൊടിയുമുള്ള കുട്ടി ആരാണെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ഹലോ. ഹലോ. Right. What's your name? സാലി. സാലി. സാലി ജേക്കബ്. സാലി ജേക്കബ്. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാം സുപരിചിതയായ മിസ് സാലി ജേക്കബ് ഇതാ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. റൈറ്റ്. ഞാനൊരു ഗ്ലാസ് പാല് തന്നാൽ കുടിക്കാൻ വിരോധമുണ്ടോ? ഉണ്ട്. വേറെ ആണുങ്ങളെ ഞാനൊന്നും വാങ്ങി കഴിക്കാറില്ല. കുടിക്കും. ഇല്ല. ശരി. എന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കുന്നതിലല്ലേ വിരോധമുള്ളൂ? അതെ. എന്നാ എന്റെ കയ്യിൽ ഇരിക്കുന്ന ഈ പാല് ഈ കാലി ഗ്ലാസിൽ നിന്നും കുട്ടി കുടിക്കാൻ പോകുന്നു. നോക്കട്ടെ. റൈറ്റ്. കുടിച്ചോളൂ.
കയറുന്നില്ല. കേറി ഇരിക്കാൻ പറയൂ. പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അവര് പറയുന്നത് അവര് റേൽ കോബ്രയെ കണ്ടു എന്നാണ്. ആ ബാഗിനെ പറ്റി നിങ്ങൾക്ക് നേരത്തെ ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ അത് അപ്പൊ തന്നെ അവിടുന്ന് റിമൂവ് ചെയ്യിക്കണമായിരുന്നു. പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു. സംശയം തോന്നിയാൽ വിസിൽ കൊടുത്ത് കട്ടൻ ഇടിയിച്ചിട്ട് പ്രോഗ്രാം പിന്നെ നടത്തിയാ പോരായിരുന്നോ? പിന്നെ എന്തിനാ കഴുത്തിലൊരു വിസിൽ തൂക്കി തന്നേക്കുന്നത്? ചന്തത്തിനോ? ഐ എം സോറി. എവിടെയാ അവള്? വിളിക്ക. എന്തും കാണിക്കാന്നാണോ? ടീച്ചർ, ഞാനതിന് ഇന്ന് നിനക്ക് ടി സി തന്ന് പറഞ്ഞു വിടാത്തത് പരീക്ഷയ്ക്ക് ആകെ ഇനി 1.5 മാസമല്ലേ ഉള്ളൂ എന്ന് വെച്ചിട്ടാണ്. ടീച്ചേം ചെയ്യുന്ന ഉറപ്പായതുകൊണ്ടാണോ എന്ത് അനാവശ്യമാകാം എന്നങ്ങ് തീരുമാനിച്ചത്? നിന്റെ ഒരു വാളുണ്ടല്ലോ, അവളോടും പറഞ്ഞോ അടുത്ത കൊല്ലത്തേക്ക് വേറെ സ്കൂൾ നോക്കിക്കോളാം. എനിക്കും ആളില്ല.